മൂന്നാമത്തെ MLC ബസ് പ്ലാൻ MLC റീപർച്ചേസ് പ്രോഫിറ്റ്. റീപർച്ചേസ് പ്രോഫിറ്റ് എന്താണ്? നിങ്ങളോ അഥവാ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഓരോ മാസവും MLC ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന് മാത്രമല്ല, നിങ്ങളുടെ പാർട്ട്നേഴ്സ് വാങ്ങുന്നതിൽ നിന്നും കൂടി നിങ്ങൾക്ക് ഒരു നിശ്ചിത ശതമാനം പ്രോഫിറ്റ് ലഭിക്കും. 11 ലെവൽ വരെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. റീപർച്ചേസ് പ്രോഫിറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു? നിങ്ങൾ നിങ്ങളുടെ മാസാന്ത്യ വാങ്ങൽ നടത്തുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഉൽപ്പന്നത്തിന്റെ PVയിൽ നിന്ന് 20% ലാഭം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പാർട്ട്ണർമാർ വാങ്ങുമ്പോൾ ഓരോ ലെവലിൽ നിന്നുമുള്ള ലെവൽ 1 മുതൽ 11 വരെ നിങ്ങൾക്ക് കൂടുതൽ ലാഭം ലഭിക്കും. നിങ്ങളുടെ പാർട്ട്ണർമാരിൽ ആരെങ്കിലും അവരുടെ മാസാന്ത്യ വാങ്ങൽ ഒഴിവാക്കിയാൽ അവരുടെ ലാഭം യോഗ്യതയുള്ള അടുത്ത പാർട്ട്നേഴ്സിന് മാറും. ഇതിനെ കംപ്രസ്ഡ് ലെവൽ പ്ലാൻ എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ 1000 രൂപ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. അതായത് 100 PV, 10 രൂപ ഗുണം 100 PV സമം 1000 രൂപ. നിങ്ങൾക്ക് 100 PVയുടെ 20% സമം 20 PV സമം 200 രൂപ ലഭിക്കും. നിങ്ങളുടെ ലെവൽ 1 പാർട്ട്ണർ ആകെ 500 PV വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് 500 PVയുടെ 25% സമം 125 PV സമം 1250 രൂപ ലഭിക്കും. ഇങ്ങനെ ഈ ലാഭം ലെവൽ 11 വരെ തുടരും. 1 PV പോയിന്റ് വാല്യൂ 1 PV സമം 10 രൂപ PV എന്നത് നിങ്ങളുടെ ലാഭം കണക്കാക്കുന്നതിനായി ഉപയോഗിക്കുന്ന മൂല്യമാണു. സമ്മറി: നിങ്ങളുടെ സ്വന്തം വാങ്ങലുകളിൽ നിന്നും നിങ്ങളുടെ പാർട്ട്ണർമാരുടെ മാസാന്ത്യ റീപർച്ചേസുകളിലും നിന്നും ലാഭം നേടാം. വരുമാനം 11 ലെവൽ വരെ തുടരും. യോഗ്യത നിലനിർത്താൻ മാസാന്ത്യ വാങ്ങൽ നിർബന്ധമാണ്. നിങ്ങളുടെ പാർട്ട്ണർമാർ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം അപരിമിതമായി വളരാൻ കഴിയും. റീപർച്ചേസ് പ്രോഫിറ്റ് ലെവൽ ചാർട്ട്. ആദ്യത്തേത് സ്വയം വാങ്ങൽ സെൽഫ് പർച്ചേസ്. ഇതിൽ പാർട്ട്ണർക്ക് 20% ലാഭം ലഭിക്കും. ലെവൽ 1ൽ പാർട്ട്ണർമാർക്ക് 25% ലാഭം ലഭിക്കും. ലെവൽ 2ൽ പാർട്ട്ണർമാർക്ക് 15% ലാഭം ലഭിക്കും. ലെവൽ 3ൽ പാർട്ട്ണർമാർക്ക് 10% ലാഭം ലഭിക്കും. 4ഉം 5ഉം 6ഉം ലെവൽ പാർട്ട്ണർമാർക്ക് ഓരോരുത്തർക്കും 5% വീതം ലാഭം ലഭിക്കും. ലെവൽ 7ൽ പാർട്ട്ണർമാർക്ക് 4% ലാഭം ലഭിക്കും. 8ഉം 9ഉം 10ഉം ലെവൽ പാർട്ട്ണർമാർക്ക് ഓരോരുത്തർക്കും 3% വീതം ലാഭം ലഭിക്കും. അവസാനമായി ലെവൽ 11ൽ പാർട്ട്ണർമാർക്ക് 2% ലാഭം ലഭിക്കും. അതായത് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ സ്വന്തമായ വാങ്ങലിൽ മാത്രം നിൽക്കില്ല, അത് നിങ്ങളുടെ മുഴുവൻ ടീമിലൂടെയും 11 ലെവൽ വരെ നീണ്ടുനിൽക്കും. റീപർച്ചേസ് ലാഭം യോഗ്യത മാനദണ്ഡങ്ങൾ. ഓരോ പാർട്ട്ണറും ഓരോ മാസവും കുറഞ്ഞത് 1000 രൂപ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണം. ഇത് പാർട്ട്ണർമാരുടെ അക്കൗണ്ട് സജീവവും പാർട്ട്ണർമാരിൽ നിന്നുള്ള ലാഭം നേടാൻ യോഗ്യതയുള്ളതുമായിരിക്കാനും സഹായിക്കുന്നു. വരുമാനത്തിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ. നിങ്ങളുടെ മാസാന്ത്യ ലാഭം വർദ്ധിക്കുന്ന പക്ഷം നിങ്ങളുടെ വാങ്ങൽ ആവശ്യവും ചെറിയ തോതിൽ വർദ്ധിക്കും. ഉദാഹരണം, പാർട്ട്ണർമാർ 10,000 രൂപ ലാഭം നേടുമ്പോൾ പാർട്ട്ണർമാർ മാസത്തിൽ 1500 രൂപ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണം. മാസത്തിൽ വാങ്ങുന്നത് പ്രധാനമാണോ? പാർട്ട്ണർമാർ മാസത്തിൽ വാങ്ങൽ ചെയ്യാത്ത പക്ഷം ആ മാസത്തെ ലാഭം അവർക്ക് നഷ്ടപ്പെടും. അത് നിങ്ങളുടെ അപ്പർ ലൈൻ, നിങ്ങളുടെ മുകളിലുള്ള പാർട്ട്ണർക്ക് പാസ്സാകും. ലാഭം അടിസ്ഥാനത്തിലുള്ള റീപർച്ചേസ് ടേബിൾ. ഒരു പാർട്ട്ണർക്ക് മാസവരുമാനം 10,000 രൂപ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർ 1500 രൂപ വിലയുടെ MLC ഉൽപ്പന്നങ്ങൾ വാങ്ങണം. അതുപോലെ 50,000 രൂപ മാസവരുമാനമുണ്ടെങ്കിൽ പാർട്ട്ണർ 6,000 രൂപ വിലയുടെ MLC ഉൽപ്പന്നങ്ങൾ വാങ്ങണം. ഇങ്ങനെ വരുമാനത്തിനനുസരിച്ച് ഈ റൂൾ തുടരും. ഇത് ഉറപ്പാക്കുന്നത് നിങ്ങളുടെ ബിസിനസ് വളരുമ്പോൾ നിങ്ങളുടെ വരുമാനവും തുടർച്ചയായി ലഭിക്കട്ടെ എന്നതാണ്.